കർത്താവിനോട് ചെയ്തു. ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കൾ ഉണ്ടാവുകയായിരുന്നു. ഈ സ്ഥലത്ത് വെച്ച് ജീവിക്കുന്ന പുത്രിപുത്രന്മാരെ പറ്റിയാണ് മാതാപിതാക്കളെ പറ്റി കർത്താവ് ചെയ്യുന്നു. മാനവരാവത്തിലാവുമായിരിക്കും. അവരെ നോക്കിക്കാൻ സംസ്കരിക്കാൻ അവരെ ഉണ്ടാക്കുകയില്ല. നിനക്ക് വിതറിയ വളം എന്ന പോലെ അവർ കിടക്കും. അവർ വളർന്നു പട്ടണയ്ക്ക് വിലയാകും. അവർ മൃതദേഹങ്ങൾ ആകാശത്തെ പക്ഷികളും ഭൂമിയുടെ മൃഗങ്ങളും ഭക്ഷിക്കും. കർത്താവ് ചെയ്യുന്നു. നീ വിലാപഗ്രഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹകരിക്കുകയോ ചെയ്യരുത്. എന്നാൽ എന്റെ സമാധാനം ഈ ജനത്തിൽ നിന്നാണ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എന്റെ സ്നേഹം കരുണയും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. വലിയൊരു ചെറിയൊരു ഒന്നുകൂടി ദേശത്ത് മരിച്ചു വീഴും. ആരും അവരെ സംസ്കരിക്കുകയില്ല. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. ആരും തന്നെ തന്നെ മുറിവേൽപ്പിക്കുകയില്ല. മുറിവേൽപ്പിച്ചും തല മുദ്രണം ചെയ്ത് വിട്ടുമാചരിക്കുകയില്ല. മരിച്ചവരെ കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമാകാൻ ആരപ്പം കുറിച്ചും കൊടുക്കുകയില്ല. മാതാവിന്റെയോ പിതാവിന്റെയോ വേർപാട് ആശ്വാസത്തിന്റെ പാരാത്ര നടത്തുകയില്ല. വിരുദ്ധം നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേലിയമായ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഈ ദേശത്ത് നിന്ന് ഉല്ലാസത്തിന്റെ ആഹ്ലാദത്തിന്റെ ആരവും മണവാളന്റെ മണവാട്ടിയുടെ സ്വരവും ഞാൻ ഇല്ലാതാക്കും. ജനത്തോട് ഇത് പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഞങ്ങൾ തെറ്റ് ചെയ്തത്? ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി ഞാൻ എന്ത് പാവമാണ് ഞങ്ങൾ ചെയ്തത്? അപ്പോൾ നീ അവരോട് പറയാം, കർത്താവ് ചെയ്യുന്നു. നമ്മുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു. അവർ അന്യ ദൈവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവർ എന്നെ പരിഹരിച്ചു. എന്റെ നിയമം പാലിച്ചില്ല. നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ പിതാക്കന്മാരുടെ ഇതിനേക്കാൾ ചീത്തയാണ്. നിങ്ങൾ താങ്കളുടെ പഠനഹൃദയത്തിന്റെ ദുഷ്ടമായ ഇമ്പഗിരികളെ പിന്തുടരുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയണം. അവിടെ നിങ്ങൾ അന്യ ദേവന്മാരും രാവും പകരം സേവിക്കും. ഞാൻ നിങ്ങളോട് കാണിക്കുകയില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ട് അത് കർത്താവാണോ എന്ന് പറഞ്ഞാലും കർത്താവാണ് എന്ന് പറഞ്ഞാലും ശബ്ദിച്ചാത്ത ദൈവങ്ങൾ ഇതാ വരുന്നു. കർത്താവ് ചെയ്യില്ല. തങ്ങളെ തുരുത്തി ഓടിച്ച ഉത്തമ ദേശത്ത് നിന്ന് ഇതര രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും. അവരെ പിടിക്കും. കർത്താവ് ചെയ്യുന്നു. പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും. അവർ പർവ്വതങ്ങളിൽ നിന്ന് മലമുകളിൽ നിന്ന് പാറ ഇടുക്കുകളിൽ നിന്ന് അവരെ വേട്ടയാടി പിടിക്കും. അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്. അവ എനിക്ക് അജ്ഞാതമല്ല. അവരുടെ അകത്യങ്ങൾ എന്റെ കണ്ണുകൾക്ക് ഗോപ്യവുമുണ്ട്. അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എന്റെ ദേശം പോഷിപ്പിച്ചു. തങ്ങളുടെ മ്ലേച്ഛ വസ്തുക്കൾ കൊണ്ട് എന്റെ ആകാശഭൂമി നിറച്ചു. എന്നാൽ അവരുടെ അകത്യത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും. എന്റെ ബലവും കോട്ടയുമായ കർത്താവെ, കഷ്ടദിനത്തിൽ എന്റെ സംഗീതമേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ജനതകളുടെ അടുക്കൽ വന്ന് പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജന്മാരല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല. ഉപയോഗശൂന്യമായ വിലവിട്ട വസ്തുക്കൾ മാത്രം തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ? അവ ദേവന്മാരല്ല. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും. എന്റെ ശക്തിക്ക് ബലവും അവരെ ഞാൻ ബോധ്യപ്പെടുത്തും. അപ്പോൾ കർത്താവിനാണ് എന്റെ നാമം എന്നവർ അറിയും. കർത്താവാണെന്ന് നാമം എന്നറിയും. ദേശമായി നാം കേട്ടത് നമ്മുടെ സ്തുതിക്കാൻ ക്രിസ്ത്യാനിക്ക് സ്തുതി.